Calicut University AEC3 യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് വരുന്ന എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള റിവിഷന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ അഡ്വാൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ കൊമേഴ്സ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ മൊഡ്യൂൾ 4 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ വീഡിയോ ആയിട്ട് അതേപോലെ ഈ ഷോർട്ടായിട്ടുള്ള പോയിന്റ്സുകളായിട്ടാണ് ഈ വീഡിയോ ഉള്ളത്. മൊഡ്യൂൾ 1 നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് അബ്ദുൾ റസാഖ് ഗുർനയെ കുറിച്ചാണ്. അബ്ദുൾ റസാഖ് ഗുർനയ്ക്ക് നോബൽ പ്രൈസ് കിട്ടിയ ശേഷമുള്ള ഇൻ്റർവ്യൂവിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ദ ലോട്ടറി, ഷോർട്ട് സ്റ്റോറിയാണ് ലോട്ടറി. അതേപോലെ വേസ്റ്റ് ലാൻഡ് ഓഫ് ദ ഫ്രീ എന്ന് പറയുന്ന ഒരു സോങ് ആണ്. ദെൻ ലോങ് വാക്ക് ടു ഫ്രീഡം, നെൽസൺ മണ്ടേലയുടെ ഓട്ടോബയോഗ്രഫിയിൽ നിന്ന് ഉള്ള കുറച്ച് ഭാഗങ്ങൾ. ഈ 4 ചാപ്റ്റേഴ്സാണ് ലാസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അബ്ദുൾ റസാഖ് ഗുർനയെ പറ്റി പറയുകയാണെങ്കിൽ നോബൽ പ്രൈസ് ലിറ്ററേച്ചർ ഇൻ 2021 and he was a Tanzanian born British novelist, essayist and scholar. He was awarded the Nobel Prize Literature in 2021. അപ്പോൾ ബ്രിട്ടീഷ് നോവലിസ്റ്റ് ആണ്, എസ്സേയിസ്റ്റ് ആണ്. അതേപോലെ തന്നെ ടാൻസാനിയൻ ബോൺ ആയിട്ടുള്ള ആളാണ്. ഇദ്ദേഹത്തിനാണ് 2021 നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത് സാഹിത്യത്തിനുള്ള. അദ്ദേഹത്തിൻ്റെ കരിയറിലൂടെയും ലൈഫിലൂടെയും പോവുകയാണെങ്കിൽ ഗുർന വാസ് ബോൺ ഇൻ 1948 ഇൻ സൻസിബാർ, ടാൻസാനിയ. അവിടെ ജനിച്ചതിന് ശേഷം ഹി മൂവ്ഡ് ടു ഇംഗ്ലണ്ട് ഇൻ ദ 1960s ആസ് എ റെഫ്യൂജ്, അല്ലെ, അഭയാർത്ഥിയായിട്ട് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി പാർക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. And feeling the repressions of the Zanzibar revolution, he studied at the University of Canterbury and later earned his PhD from University of Kent. പല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുണ്ട്. സാൻസിബറിയിൽ നിന്ന് അദ്ദേഹം അതിനുശേഷം, അല്ലെ, ആൻഡ് ഹി സ്റ്റഡീഡ് യൂണിവേഴ്സിറ്റി ഓഫ് കാൻറ്റർബറിയിൽ പഠിച്ചു. ഇതൊക്കെ ആ കാലത്തെ പ്രസിദ്ധമായിട്ടുള്ള യൂണിവേഴ്സിറ്റീസാണ്. PhD ഡിഗ്രി അദ്ദേഹം കെൻറ്റിൽ നിന്നെടുത്തു. ആൻഡ് ഗുർനയുടെ അക്കാഡമിക് കരിയർ ഹാസ് ഫോക്കസ്ഡ് ഓൺ പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചർ. കോളനിവൽക്കരണത്തിന് ശേഷമുള്ള സാഹിത്യത്തിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ളതാണ് ഗുർന. ആൻഡ് പെർട്ടിക്കുലർലി ദി വർക്ക്സ് ഓഫ് ആഫ്രിക്കൻ ആൻഡ് കരീബിയൻ റൈറ്റേഴ്സ്, അല്ലെ, അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ റൈറ്ററാണ്. ആൻഡ് ഹി ഹാസ് ടോട്ട് അറ്റ് സെവറൽ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഇൻക്ലൂഡിംഗ് യൂണിവേഴ്സിറ്റി ഓഫ് കെന്റ്, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്. And Gurna interview after receiving Nobel Prize in Literature 2021 offers a glimpse into the thoughts on his works, colonialism and refugee experience. ഒരു അഭയാർത്ഥിയുടെ എക്സ്പീരിയൻസിനെ കുറിച്ചും അതേപോലെ കൊളോണിയലിസത്തിന് ശേഷം, അല്ലെ, കോളനിവൽക്കരണത്തിന് ശേഷം ഉണ്ടാവുന്ന ആ സാഹിത്യത്തിലെ മാറ്റങ്ങളെ കുറിച്ചും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ചിന്തകളൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ പറയുന്നത്. When asked about the price of motivation, which highlights his uncompromising and compassionate penetrations of the effects of colonialism and the fate of refugee. The uncompromising, compassionate penetration of effects of colonialism and fate of refugees. അപ്പോൾ അഭയാർത്ഥികളുടെ ആ ഒരു പ്രോബ്ലംസിനെ കുറിച്ചാണ് മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നതും. അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈസ് മോട്ടിവേഷൻ ആവുന്ന ഇതുപോലുള്ള അഭയാർത്ഥികളായി മാറുന്ന, അല്ലെ, സ്ഥലങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാരുടെ ആ ഒരു അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തിന് ഒരു ഇൻസ്പയറിംഗ് ആവുന്ന രീതിയിലാണ്. And Gurna acknowledged its accuracy but also noted that it didn't capture the full of scope of his works. And Gurna also reflected on his childhood in Zanzibar, describing the cosmopolitan environment and the constant flow of people from different parts of the Indian Ocean. Recall the excitement and danger of the environment, which children would sometimes be kidnapped by sailors. ഈ റെഫ്യൂജീസ് പല നാട്ടിൽ നിന്നും വേറെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസും അതിൽ കുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെയുണ്ട്. അതിനെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ ഈ ഒരു സാഹചര്യം, ഈ ഒരു റെഫ്യൂജീസ്, അതേപോലെ തന്നെ ഈ യുദ്ധവും യുദ്ധാനന്തരം ഉണ്ടാകുന്ന പ്രോബ്ലംസൊക്കെ ഓരോരോ ജനവിഭാഗങ്ങളിലേക്കും എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്. അതേപോലെ ഈ റെഫ്യൂജീസിൻ്റെ കുട്ടികളുടെ പ്രോബ്ലംസിനെ കുറിച്ചും ഒക്കെ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് ഗുർനയെ കുറിച്ച് പറയാനുള്ളത്.
അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയാൻ അബ്ദുൾ റസാഖ് ആദ്യം പറഞ്ഞിരിക്കുന്നത്, ഇന്റർവ്യൂ ആഫ്റ്റർ റിസീവിംഗ് നോബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ 2021 offers a glimpse into the thoughts on his works. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ when he has asked about the price of motivation, which highlighted his uncompromising and compassionate penetration of effects of colonialism. ഗുർണയുടെ ആ ഒരു ചൈൽഡ്ഹുഡിനെ കുറിച്ചുള്ള ഓർമ്മകൾ, അതായത് ചൈൽഡ്ഹുഡിലെ റെഫ്യൂജീസ് ആയിട്ടുള്ള അല്ലെ ഇന്ത്യൻ ഓഷ്യനൊക്കെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളും അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് വാസ് വെരി ഇൻസ്പയറിംഗ് ടു ദ അതർ റെഫ്യൂജീസ് പീപ്പിൾസ് അല്ലെ. അദ്ദേഹത്തിന്റെ ഒരു ജീവിതം തന്നെ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. And Gurna speaks about his experience living in Zanzibar at 18 and moving into England. Zanzibar ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി പാർത്ത സമയത്തുണ്ടായ പ്രോബ്ലംസിനെ കുറിച്ചും and remembered the journey of vividly, including the paperwork of hiding belongings and finding money. Gurna and his brother traveled together, and upon arrival of London, they were questioned by an immigration officer. Despite the challenges, Gurna described the experiences as exciting and relatively trouble-free. ഗുർണയുടെ ശരിക്ക് ബ്രദറും കൂടിയിട്ട് ഇങ്ങനെ ലണ്ടനിലൂടെ നടക്കുന്ന സമയത്ത് അവിടെ ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് ഒക്കെ വന്നിട്ട് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെ കുറിച്ച് ഭയങ്കര ഒരു ഫീലിംഗ് ഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ആണ് അതല്ലേ. നമ്മളെ നാട് വിട്ടിട്ട് വേറൊരു നാട്ടിലേക്ക് പോയിട്ട് ആ നാട്ടിൽ നിന്നും ആൾക്കാരുടെ ചോദ്യചിഹ്നങ്ങൾക്കിരയായിട്ട് വരേണ്ട ഒരു അവസ്ഥ, റെഫ്യൂജീസിന് ഭയങ്കര പ്രോബ്ലമാണ്. And when we asked about the writing process, Gurna emphasized the importance of storytelling, the pleasure of crafting sentences. കഥ പറച്ചിലിന്റെ രീതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ, കഥ പറയുന്ന ഒരു സന്തോഷത്തെക്കുറിച്ച്. And he also highlighted the significance of diversity in the literature, nothing that it allows editors to assess other culture and voices. So the overall Gurna's interview offer valuable insight into his life, work and perspectives on colonialism, identity and the human experiences. So മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഹ്യൂമൻ എക്സ്പീരിയൻസും അദ്ദേഹം അനുഭവിച്ച കുറെ കാര്യങ്ങളൊക്കെയാണ് ഗുർന തന്റെ ഈ ഒരു ഇന്റർവ്യൂവിൽ പ്രതിപാദിക്കുന്നത്. So next we move on to the chapter lottery. ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ലോട്ടറി. സോ ഇതിലെ ക്യാരക്ടേഴ്സ് ടെസ്സി ഹച്ചിൻസൺ, ബിൽ ഹച്ചിൻസൺ, മിസ്റ്റർ ഹച്ചിൻസൺ, മിസ്റ്റർ സമ്മേഴ്സ്, ഓൾഡ് മാൻ വാർണർ, ക്ലിൻഡേ ഡൻബാർ, ജാനി ഡൻബാർ, ഇവരൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇതിലെ ക്യാരക്ടേഴ്സ്. സോ ടെസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി, ഇതിലെ ഒരു നായക കഥാപാത്രം അല്ലെ, മെയിൻ കഥാപാത്രം, പ്രൊട്ടഗണിസ്റ്റ്. Jessie is a loud, boisterous and somewhat selfish housewife who ultimately becomes the winner of the lottery. And Bill Hutchinson Jr., Jessie's son, Jessie's മോനാണ്. Bill is a young boy who is initially reluctant to participate the stoning but ultimately join us. അദ്ദേഹം ആദ്യം ഇങ്ങനെ കല്ലെറിയാൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അതിലേക്ക് വന്നിട്ടുണ്ട്. സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. അടുത്ത മിസ്റ്റർ ഹച്ചിൻസ് ആണ്. ടെസ്സിന്റെ ഹസ്ബൻഡാണ് മിസ്റ്റർ ഹച്ചിൻസൺ. ഹച്ചിൻസൺ somewhat meek and submissive man who ultimately participates in the stoning of his wife. And Mr. Summers, the lottery official who conducted the drawing. Mr. Summers is a cheerful, affable man who seems to take great pleasure in the tradition. Old Man Warner ആണ് അടുത്ത ക്യാരക്ടർ. The old man in the village, Old Man Warner is a cantankerous and superstitious individual who strongly believes in the importance of the lottery tradition. ലോട്ടറി ട്രഡീഷനിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്ന, എന്നാൽ പഴയ ആചാരങ്ങളെ കുറിച്ചൊക്കെ ഭയങ്കരമായിട്ടൊരു ഉറച്ച അതൊക്കെ വേണം എന്നൊക്കെ പറയുന്നൊരു പ്രായമായിട്ടുള്ള ആളാണ്. Clinton Denver, a villager who is unable to participate in the lottery due to the broken leg. And Clinton is a somewhat neutral character who serves as a foil to the more enthusiastic participants. അതായത് ആ ലോട്ടറിയിൽ നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റാത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ കാലെന്തോ പൊട്ടിയിട്ടൊക്കെയാണ് പറ്റാത്തത്.
അങ്ങനെ ഹൂ സെർവ്സ് ആസ് എ ഫോയിൽ ടു ദ എൻതൂസിയാസ്റ്റിക്. ഫോയിൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും കേട്ടോ. എന്താണ് ഈ ഫോയിൽ ക്യാരക്ടേഴ്സ്? ചില കഥകളിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി, അതേപോലെ എന്താണ് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റിംഗ് എലമെന്റ്സ് ഒക്കെ കൊണ്ടുവരാനും കോമഡി ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന സം ഓഫ് ദ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഫോയിൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതൊരു ക്യാരക്ടറാണ് ക്ലിൻഡൻ ഡെൻവർ. And Johnny Denver, Clinday's wife, and Jenny is a timid and anxious woman who seems to sense the danger and injustice of the lottery tradition. സാധാരണ ടിപ്പിക്കൽ വുമൺ ആണ് ഹു സീംസ് ടു സെൻസ് ദ ഡേഞ്ചർ ആൻഡ് ഇൻജസ്റ്റിസ് ഓഫ് ദ ലോട്ടറി ട്രഡീഷൻ. അപ്പോൾ എന്തോ ഒരു വലിയ ആചാരമാണെന്നുള്ളത് ഒരു തോട്ട് നമുക്ക് വരും കഥയിലെ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കുമ്പോൾ. അപ്പൊ ഈ ലോട്ടറി ഒരു ആചാരമായിട്ട് ഇങ്ങനെ കൊണ്ടുവരികയാണ് ഒരു നാട്ടിലെ ഒരു ഗ്രാമത്തിലെ കുറെ ആൾക്കാർ. ആൻഡ് ഇറ്റ് ഇസ് എ സ്റ്റോറി ബൈ ഷേർലി ജാക്കിൻസൺ. ഷേർലി ജാക്സന്റെ സ്റ്റോറിയാണ്, 1947. ഇറ്റ് ഇസ് എ പവർഫുൾ ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് ടെയിൽ ദാറ്റ് എക്സ്പ്ലോർ ദ തീംസ് ഓഫ് കൺഫോർമിറ്റി, ട്രഡീഷൻ ആൻഡ് ഡേഞ്ചേഴ്സ് ഓഫ് ബ്ലൈൻഡ്ലി ഫോളോയിങ് സൊസൈറ്റൽ നോംസ്. സൊസൈറ്റൽ നോംസിനെ നമ്മൾ വളരെ കണ്ണടച്ചുകൊണ്ട് വിശ്വസിച്ചിട്ട് അതിനനുസരിച്ച് ആചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്ന ഒരു വിഭാഗങ്ങളെ കുറിച്ചൊക്കെയാണ് ഇത് പ്രതിപാദിക്കുന്നത്. ആൻഡ് ഓൾസോ ഷേർലി ജാക്കിൻസൺ തന്റെ സ്റ്റോറിയിലൂടെ പറയാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. നമ്മളങ്ങനെ ബ്ലൈൻഡായിട്ട് അല്ലെ ഒന്നിനെ പറ്റി ആലോചിക്കാത്ത ഒന്നും ഫോളോ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ. ആൻഡ് ഇതിന്റെ പ്ലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ the story takes place on a sunny summer day in a small rural town in America. അമേരിക്കയിലൊരു സാധാരണ നാട്ടിലാണ്, ഒരു സമ്മർ കാലഘട്ടമാണ്, നല്ല വെയിലൊക്കെ ഉണ്ട്, സണ്ണി ആയിട്ടുള്ളതാണ്. And the town is preparing for its annual lottery, which is a tradition that is supposedly ensures a good harvest. അവരുടെ ഒരു വിളവെടുപ്പ് കാലമൊക്കെ കഴിഞ്ഞിട്ട് അവർ നടത്തുന്ന ഒരു ആചാരമാണ് ഈ ലോട്ടറി എന്ന് പറഞ്ഞാൽ, ഒരു നറുക്കെടുപ്പ്. As the story unfolds, we learn that the lottery is not a typical one. സാധാരണ നമ്മൾ വിചാരിക്കുന്നതിലോട്ടുള്ള ഒരു ലോട്ടറി ഒന്നല്ല ഇത്. Where someone wins as a prize, instead the winner is actually a person who will be stoned to death as a sacrifice to ensure town's prosperity. So where someone wins a prize, instead the winner is actually a person who will be stoned. ഒരാൾ എന്തായാലും വിജയിക്കും നറുക്കെടുക്കുമ്പോൾ. സോ ഇൻസ്റ്റഡ് അതിന് പകരമായിട്ട് ദ വിന്നർ ഈസ് ആക്ച്വലി എ പേഴ്സൺ ഹു വിൽ ബി സ്റ്റോൺഡ് ദ ഡെത്ത് ആസ് എ സാക്രിഫൈസ് ടു എൻഷുർ ദ ടൗൺസ് പ്രോസ്പെറിറ്റി. തിരഞ്ഞെടുക്കപ്പെടുന്ന ആള് എന്ത് ചെയ്യേണ്ടി വരും? തിരഞ്ഞെടുക്കപ്പെടുന്ന ആള് പകരമായിട്ട് വേറൊരാളെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ഒരു ആചാരമൊക്കെ എന്തൊരു വിചിത്രമായ ആചാരമാണ്. Instead, the winner actually a person who will be stoned to death as a sacrifice to ensure the town's prosperity. The protagonist Tessie Hutchinson ultimately becomes the winner of the lottery. Despite of her initial protests and attempts to appeal a decision, she is ultimately stoned to death by the townspeople, including her own family members. തെരഞ്ഞെടുക്കപ്പെടുന്ന ആളിനെ ഒരു നാടിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്ന ഒരു രീതി അല്ലെ, ഒരു ലോട്ടറി എന്ന് പറയുന്നത് അത് നറുക്കെടുപ്പാണ്. അപ്പൊ ഓരോ വർഷവും ഈ നറുക്കെടുപ്പിൽ കിട്ടുന്ന ആൾ എന്ത് ചെയ്യാണ്? ആ നാടിന് വേണ്ടി ജീവൻ വെടിയാണ്, അവരെ കല്ലെറിഞ്ഞാണ് കൊല്ലുന്നത്. വളരെ വിചിത്രമായ ഒരു ആചാരം. അതിന്റെ തീംസ് നോക്കുകയാണെങ്കിൽ ദ കൺഫോർമിറ്റി ആൻഡ് ട്രഡീഷൻ ഒന്നാമത്തത്, മോബ് മെന്റാലിറ്റി രണ്ടാമത്തത്, മൂന്നാമത്തത് സോഷ്യൽ കമന്ററി. അപ്പൊ എന്താണ് ഈ കൺഫോർമിറ്റി ആൻഡ് ട്രഡീഷൻ? ദ സ്റ്റോറി ഹൈലൈറ്റ്സ് ദ ഡേഞ്ചേഴ്സ് ഓഫ് ബ്ലൈൻഡ്ലി ഫോളോയിങ് societal norms and traditions even if they are morally questionable. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്? വളരെ നിശബ്ദമായിട്ട് കണ്ണടച്ചുകൊണ്ടൊരു ട്രഡീഷനാണെന്ന് പറഞ്ഞിട്ട് ഒരാളെ അങ്ങോട്ട് കൊല്ലുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് പറയുന്നത്. And mob mentality, the townspeople's willingness to participate in the lottery and stone to see to death illustrates the dangers of mob mentality and the power of peer pressure. പിയർ പ്രഷർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലെ. അതായത് ഒരു
കൂട്ടത്തിലുള്ള ആൾക്കാരുടെ ഒരു എന്താണോ ആവശ്യം, അല്ലെ എല്ലാവരുടെ ഒരു ആവശ്യം, അതിനനുസരിച്ച് നമ്മളും മാറണം. നമുക്ക് സ്വന്തമായിട്ട് ചിന്തിക്കാനും അതേപോലെ ആലോചിക്കാനുള്ള ഒരു കഴിവൊക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. And social commentary, the story serves as a commentary on the darker aspects of human nature and the way in which societal norms can perpetuate violence and oppression. അപ്പോൾ ഈ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയും ഒരു സോഷ്യൽ കമന്ററി, ഒരു സാമൂഹ്യപര പ്രതിബദ്ധതയെ കുറിച്ചൊക്കെയാണ് പറയുന്നുണ്ട്. ഒരു ഡാർക്ക് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ നാച്ചർ, മനുഷ്യന്റെ ഒരു കറുത്ത അധ്യായത്തെ കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ നോർമൽ മൈൻഡ്സ് എന്നൊക്കെ പറയുന്ന പോലെ മനുഷ്യന്റെ ഉള്ളിൽ ഒരു കറുത്ത മൃഗമുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് which societal norms can perpetuate violence and oppression. Some of the symbolisms I have to seen in this story. അതിലൊരു നമ്മളെ ലോട്ടറി എടുക്കാൻ കൊണ്ടുവരുന്ന ബ്ലാക്ക് ബോക്സ്, പിന്നെ ഈ എറിയുന്ന കല്ല്. അപ്പൊ ഈ ലോട്ടറി ഇറ്റ്സെൽഫ് ഈസ് എ സിമ്പിൾ ഓഫ് ദ ആർബിട്രറി ആൻഡ് ഓഫൺ ക്രൂവൽ നാച്ചർ ഓഫ് സൊസൈറ്റൽ നോംസ് ആൻഡ് ട്രഡീഷൻ. സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന വളരെ ശക്തമായിട്ടുള്ള മോശമായ ആചാരങ്ങളെ കുറിച്ചൊക്കെയുള്ള ഒരു ഇതാണ് ആ ലോട്ടറി പ്രതിപാദിക്കുന്നത്. And the black box, the old worn out black box used to the lottery is a symbol of the outdated and oppressive nature of the tradition. അവസാനം നമുക്ക് കല്ല് നോക്കാം. സ്റ്റോൺസ് used to kill to see the symbol of the violence and brutality that can result from blindly following society norms. ഒരാളെ കല്ലെറിഞ്ഞ് കൊല്ലുകയാണ്, അല്ലെ? It was a very brutal things, a symbol of violence and brutality that can result from blindly following societal norms. സോ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഷോർട്ട്, നമ്മൾ ഷോർട്ട് എന്നൊക്കെ പറയും പോലെയുള്ള ഷോർട്ടായിട്ടുള്ള ഒരു രത്ന ചുരുക്കമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മളെ പാട്ടിലേക്ക് പോവാണ്. വേസ്റ്റ്ലാൻഡ് ഓഫ് ദ ഫ്രീ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പാട്ടാണ്. ഐറിസ് ഡീമെന്റ് എന്ന് പറയുന്ന ആളുടെ ഗംഭീരമായിട്ടുള്ള ഒരു സോങ് ആണ് കേട്ടോ. വേസ്റ്റ്ലാൻഡ് ഓഫ് ദ ഫ്രീ ആസ് എ പവർഫുൾ ആൻഡ് തോട്ട് പ്രൊവോക്കിംഗ് സോങ് ബൈ ഐറിസ് ഡീമെന്റ്, റിലീസ്ഡ് ഇൻ 1996. ഒരു ആൽബത്തിലൂടെയാണ് അത് റിലീസായത്. ആൽബത്തിന്റെ പേര് ദ വേ ഐ ഷുഡ്. He has some insight about the song and lyrics and meaning like that. അല്ലെ, നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സോ എന്താ മീനിങ് നോക്കാം. So the song's lyric paint a vivid picture of society consumed by materialism, greed and social inequality. Demon critiques the excess of modern life, where people are trapped in a cycle of consumption and waste. അപ്പൊ ഈ സോങ്സ് കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താണ്, മനുഷ്യന്റെ ഒരു ആ കാലഘട്ടത്തിൽ മെറ്റീരിയലിസം ഭയങ്കരമായിട്ട്, അല്ലെ, ഗ്രീഡ്, സോഷ്യൽ ഇൻഇക്വാലിറ്റി, പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ഒറ്റ ചിന്തയായിട്ട് മനുഷ്യ സമൂഹം മാറുന്ന ഒരു അവസ്ഥയെ കുറിച്ചൊക്കെ പറയാം. Demon critiques the excess of modern life, where people are trapped in a cycle of consumption and waste. വേസ്റ്റ്ലാൻഡ് ഓഫ് ദ ഫ്രീ എന്നാണ്, അല്ലെ, ദ വേസ്റ്റ്ലാൻഡ് ഓഫ് ദ ഫ്രീ എന്നാണ് ഇതിന്റെ പേര്. മെയിൻ തീം എന്ന് പറയുന്നത് കൺസ്യൂമറിസവും മെറ്റീരിയലിസവും, സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്, എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ. So the song condemns the relentless pursuit of wealth and possessions, which leads to a wasteland of broken relationship, lost values and environmental degradations. And Demon highlights the disparities between have and have-nots, where the privileged few rap and benefits while the marginalized suffer. Privileged ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാം കിട്ടുകയും മാർജിനലൈസ്ഡ് ആയി പോകുന്ന കുറെ ആൾക്കാർ സഫർ ചെയ്യുകയും ചെയ്യാന്ന് പറയുന്നത്. ആരെയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഗെയ്സ്, നമ്മളെ രാഷ്ട്രീയ നേതാക്കൾ, വലിയ ബിസിനസ് സിഇഒസ്, അല്ലെ, അതേപോലെ സെലിബ്രിറ്റീസ്, അങ്ങനെയുള്ള കുറേ ആൾക്കാർക്കൊക്കെ എല്ലാ കാര്യങ്ങളും ലഭിക്കുകയും സൊസൈറ്റിയിൽ. അതേ സ്ഥാനത്ത് മാർജിനലൈസ്ഡ് എന്ന് പറയുന്ന ഒരു വിഭാഗങ്ങളുണ്ട്, അല്ലെ, അവരാരാണ് ഈ താഴെക്കടയിൽ നിൽക്കുന്ന സാധാരണ കോമൺ പീപ്പിൾ. എല്ലായിടത്തും എന്താണ് ഇൻഇക്വാലിറ്റി ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. And also environmental degradation. The song laments and destructions of the natural world, where the pursuit of progress and profits leads to the devastation of the earth. ഇങ്ങനെ ഭൂമിയെ ചൂഷണം ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ജീവിക്കാൻ ഭൂമി തന്നെ ഉണ്ടാവില്ല എന്ന് പറയുന്നൊരവസ്ഥ കൂടി ഐറിസ് ഇതിൽ പറയുന്നുണ്ട്.
ആൻഡ് ഈ മൂന്നെണ്ണമാണ് ഇതിൻ്റെ മെയിൻ തീംസ്: കൺസ്യൂമറിസം ആൻഡ് മെറ്റീരിയലിസം, സോഷ്യൽ ഇൻഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്, എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ. The last one is Long Walk to Freedom. നെൽസൺ മണ്ടേലയെ കുറിച്ച് നമുക്ക് അറിയാത്തതായിട്ട് ആരുമില്ല അല്ലെ. നെൽസൺ മണ്ടേലയുടെ എത്ര മോട്ടിവേഷണൽ സ്പീച്ചസ് ഒക്കെ നമ്മൾ വായിച്ചിരിക്കണം. ലോങ് വാക്ക് ടു ഫ്രീഡം is the autobiography of Nelson Mandela, the former president of South Africa, an anti-apartheid revolutionary. The book was first published in 1994 and has since become the international bestseller. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ചിട്ടുള്ള ഒരു ആത്മകഥാംശമായിട്ടാണ് ലോങ് വാക്ക് ടു ഫ്രീഡം. അതിൻ്റെ കീ ആസ്പെക്ട്സ് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏർലി ലൈഫിനെ കുറിച്ച് പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്, ആൻറ്റി അപ്പാർത്തൈഡ് ആക്ടിവിസം, ഇനി അദ്ദേഹത്തിൻ്റെ ഇംപ്രിസ്മെൻറ്റ്, നെഗോസിയേഷൻ ആൻഡ് റിലീസ്, പ്രസിഡൻസി, ഇത് 5 എണ്ണമാണ് അതിലെ കീ ആസ്പെക്ട്സ്. മണ്ടേല recounts his childhood, growing up in a small village in South Africa, his family and his early education. And Mandela describes his involvement in the African National Congress ANC and the fight against apartheid, including a role in armed resistance movements. അതേപോലെ അദ്ദേഹത്തിന്റെ ഇംപ്രിസ്മെന്റ്, മണ്ടേല റീകൗണ്ട്സ് ഹിസ് 27 years in prison, 27 വർഷം, and including his time on Robben Island where he was subjected to hard labor and mistreatment. Negotiations and release. Mandela describes the negotiations that lead to his release from prison in 1990 and his subsequent role in transition to the democracy in South Africa. സൗത്ത് ആഫ്രിക്കയിലെ ജനാധിപത്യത്തിൻ്റെ ഒരു ഉയർച്ചയ്ക്ക് ഇദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്കിനെ കുറിച്ചും ഇദ്ദേഹം ജയിലിൽ നിന്ന് മോചിതനായതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹിസ് പ്രസിഡൻസി. Mandela recounts his presidency including his efforts to rebuild and reconcile the country. രാജ്യ പുനർനിർമ്മാണം എങ്ങനെയാണ് എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ മെയിൻ തീംസ് എന്ന് പറഞ്ഞാൽ racism and oppression, resistance and activism, perseverance and resilience, reconciliation and forgiveness. അപ്പോൾ ഒന്നാമത്തേത് നോക്കാം, മണ്ടേലാസ് എക്സ്പീരിയൻസ് വിത്ത് റേസിസം ആൻഡ് ഓപ്പറേഷൻ ആർ എ സെൻട്രൽ തീം ഓഫ് ദ ബുക്സ്. വി ക്യാൻ സീ ദാറ്റ്. അല്ലെ, ഒരു ചേരിതിരിവ്, കറുത്തവൻ വെളുത്തവൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. And to resistance and activism, Mandela's involvement into anti-apartheid movement in key part of the book. And perseverance and resilience, Mandela's ability to endure hardship and mistreatment and treatment, testament on his strength and resilience. Reconciliation and forgiveness, Mandela's efforts to promote reconciliation and forgiveness in the post-apartheid South Africa as a key theme of the books. We can see that. സോ ഈ 4 പോയിന്റ്സ്, 4 തീംസ് ആണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 4th മൊഡ്യൂളിൽ മെയിനായിട്ട് പറയുന്നത്. സോ നന്നായിട്ട് പഠിക്കുക, എക്സാമിന് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ ആൻഡ് പ്ലീസ് സപ്പോർട്ട് മീ. താങ്ക് യു.